ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 9 സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. ഇന്ന് ജൂലൈ മാസം 12-ാം തീയതിയാണ്. അപ്പോൾ ഏതൊക്കെ സിനിമകളുടെ അപ്ഡേറ്റുകളാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് അമിത് ചക്കാൽക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത അസ്ത്ര എന്ന് പറഞ്ഞ ഒരു ത്രില്ലർ മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മനോരമ മാക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. കമ്മിങ് സൂൺ പോസ്റ്ററുകളൊക്കെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ ഒഫീഷ്യൽ ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ജൂലൈ മാസം 18-ാം തീയതി, അതായത് അടുത്ത ആഴ്ച മനോരമ മാക്സ് റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ഒരു സീരീസാണ്, ഒരു തെലുങ്ക് സീരീസാണ്. പൊളിറ്റിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. മായ സഭ എന്നാണ് സിനിമയുടെ സീരീസിൻ്റെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, ഹിന്ദി, മലയാളം ഭാഷകളായിട്ട് സോണി ലിവിൽ ആഗസ്റ്റ് മാസം 7-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അടുത്ത ബേസിൽ ജോസഫും സൈജു കുറുപ്പൊക്കെ പ്രധാന വേഷം കൈകാര്യം ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു മധുരം ജീവാമൃത ബിന്ദു എന്ന് പറഞ്ഞ മലയാള സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ഇപ്പോൾ സൈനാപ്ലേ ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സൈനാപ്ലേയുടെ ഭാഗത്ത് നിന്നും കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും അടുത്ത മാസം പ്രതീക്ഷ മതി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ മാസം അവസാനത്തോടു കൂടി സിനിമ റിലീസ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് യൂട്യൂബിൽ വഴി റിലീസ് ചെയ്ത ഒരു മലയാള സിനിമയാണ്. രേണുസുതി പ്രധാന വേഷം കൈകാര്യം ചെയ്ത വേര് എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ ഒരു സിനിമ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അടുത്തത് ധനുഷ്, നാഗാർജുന എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് സിനിമയായിരുന്നു കുബേര എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ജൂലൈ മാസം 18-ാം തീയതി തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് സഞ്ജയ് ദത്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയായിരുന്നു ദ ബൂട്ട്നി എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ C5-ലും അതുപോലെ C സിനിമയിലും പ്രീമിയർ ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ജൂലൈ മാസം 18-ാം തീയതി. അടുത്ത നമ്മുടെ അക്ഷയ് കുമാർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഹൗസ്ഫുൾ 5A 5B എന്ന് പറഞ്ഞ സിനിമയാണ്. പിന്നെ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ HD പ്രിന്റ് യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ആമസോൺ പ്രൈമിൽ 18-ാം തീയതി റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ആണ് പുറത്ത് വന്നിട്ടുള്ളത്. 2 ഓപ്ഷനിൽ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഈ സിനിമയ്ക്ക് 2 ക്ലൈമാക്സ് ആണ് കേട്ടോ. അതാണ് ഹൗസ്ഫുൾ 5A 5B എന്ന് പറഞ്ഞിട്ട് 2 പേരുകളാണത്. ക്ലൈമാക്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. 5Aയുടെ ക്ലൈമാക്സ് അല്ല, 5Bയിൽ ക്ലൈമാക്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. ഓക്കെ, അടുത്തൊരു സീരീസാണ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ഹിന്ദി ത്രില്ലർ സീരീസാണ് സ്പെഷ്യൽ ഓപ്സ് സീസൺ 2 എന്ന് പറഞ്ഞ സീരീസ്. 2ാമത്തെ സീസണാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ജൂലൈ മാസം 18-ാം തീയതി ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഹിന്ദി ഭാഷ കൂടാതെ മറ്റ് പാനിന്ത്യൻ ഭാഷകളിലും ഈ സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് നമ്മുടെ ടോവിനോ തോമസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയായിരുന്നു നടികർ എന്ന് പറഞ്ഞ സിനിമ. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തു നിന്നും കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ ഇതിനു മുമ്പേ തന്നെ ഈ സിനിമയുടെ റിലീസ് ചെയ്തിട്ടുണ്ട്. ദിസ് ടൈം മിസ് ബാച്ചിലർ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ അതിനുശേഷം പിന്നെ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ് നടികർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ മിക്കവാറും അടുത്ത ആഴ്ച ജൂലൈ മാസം 18-ാം തീയതി പ്രതീക്ഷിക്കുന്നുണ്ട്. 15-ാം തീയതിയോ 16-ാം തീയതി സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യുന്നതാണ്. ട്രെയിലറിലൂടെ ഇതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതായിരിക്കും. എന്തായാലും ജൂലൈ മാസം 18-ാം തീയതി നടികർ എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള സിനിമകളിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.